അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള സഹോദരന്മാരെ, തിരുജന്മസുദിനം നമ്മിലേക്ക് വന്നണയുകയായി. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് സമാഗതമായി. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജന്മസുദിനം അടുത്ത തിങ്കളാഴ്ചയാണ്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക സ്വാഭാവികമാണ്. എല്ലാ വർഷവും ആ പ്രവാചക ജന്മസുദിനത്തിൽ വിവിധ രൂപത്തിൽ മുഅ്മിനീങ്ങൾ ആ സ്നേഹപ്രകടനം നടത്തുന്നത് നമ്മളൊക്കെ കാണുന്നതാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ സാധാരണ മൗലിദ് പാരായണം, അതുപോലെ തന്നെ ഘോഷയാത്ര, അതുപോലെ തന്നെ നമ്മുടെ മതസ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളുടെ മതപരമായ അവരുടെ വിവിധ കലാപരിപാടികൾ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള അന്നദാനം, ഇങ്ങനെയുള്ള നന്മകൾ നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ നടത്തി വരുന്നു. എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ തങ്ങളുടെ ജന്മസുദിനത്തിൽ സന്തോഷിക്കാനായില്ലെങ്കിൽ പിന്നെ നമുക്ക് സന്തോഷിക്കാൻ മറ്റൊരു വേള, സന്തോഷിക്കാനുള്ള മറ്റൊരവസരം വേറെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ, തങ്ങൾ പറയുക, അള്ളാഹുവിൻ്റെ ഫള് കൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും മുഅ്മിനീങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഫള്, എന്താണ് ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ വിവിധ രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ കുറിച്ച് ഒരിടത്ത് വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഫളുലുല്ലാഹി അൽ ഇൽമു വറഹ്മത്തുഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് അത് ഇൽമാണ്, വിജ്ഞാനമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളാണ്, മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് മഹാനവറുകൾ തന്നെ കാരണം പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയെ, ലോകത്തിന് എമ്പാടും, ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ടാണ് അങ്ങയെ നിയോഗിച്ചിട്ടുള്ളത്, കാരുണ്യമായിട്ടാണ് അങ്ങയെ സൃഷ്ടിച്ചത് എന്ന്, നിയോഗിച്ചത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഖുർആനിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും, മുൻകാല പ്രവാചകന്മാർ വിവിധ കുടുംബത്തിലേക്കും ഗോത്രങ്ങളിലേക്കുമാണ് അല്ലാഹു അയച്ചത്. ആദ് സമുദായത്തിലേക്ക്, അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തിലേക്ക്, ബനു ഇസ്രായേലിയരിലേക്ക്, ഇങ്ങനെ വിവിധ പ്രവാചകന്മാരെ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബിയെ, ബഹുമാനപ്പെട്ട ഷുഐബ് നബിയെ, ബഹുമാനപ്പെട്ട ഹൂദ് നബിയെ, ഇങ്ങനെ തുടങ്ങിയ പ്രവാചകന്മാരെയൊക്കെ വിവിധ ഗോത്രങ്ങളിലേക്ക്, വിവിധ കുടുംബങ്ങളിലേക്ക്, വിവിധ സമുദായങ്ങളിലേക്ക് അള്ളാഹു അയച്ചു. എങ്കിൽ ഹബീബായ മുത്തുനബിയെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കല്ല, ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലേക്കല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യക്കടലായിട്ടാണ് ഹബീബായ മുത്തുനബി അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ആ ഹബീബായ മുത്തുനബി റഹ്മത്താണ്. മനുഷ്യർക്ക് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും, മനുഷ്യർക്കെന്ന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും, ജീവനുള്ളവർക്കെന്ന് മാത്രമല്ല ജീവനുള്ളവർക്കും അചേതന വസ്തുക്കൾക്കടക്കം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹബീബായ തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. മറ്റു ജീവജാലങ്ങൾ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിച്ചതും ഇടപഴകിയതും, അചേതന വസ്തുക്കൾ പോലും തങ്ങളെ സ്നേഹിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും, നമുക്ക് വിവിധ ഹദീസുകളിലും മറ്റും നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസുദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ പലരും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ
ഒരാളും അകപ്പെട്ടു പോകാതെ. മുത്തുനബിയുടെ ജന്മസുദിനത്തിന് പ്രത്യേകതയുണ്ട്. തിങ്കളാഴ്ചയിലെ നോമ്പിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ഫീഹി ഉലിത്തു, അന്നെൻ്റെ ജന്മദിനമാണെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ജന്മങ്ങൾക്ക്, തിരുജന്മങ്ങൾക്ക് അള്ളാഹു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ട ദിനം എന്നാണ് വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞത്. എങ്കിൽ ചില ആളുകൾ അന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സുദിനവും റബീഉൽ അവ്വൽ 12 ആയതുകൊണ്ട് തങ്ങളുടെ വഫാത്തിനെയാണ് ആഘോഷിക്കുന്നത് എന്ന രൂപത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം ആരും പ്രവാചകൻ്റെ വഫാത്തിനെയല്ല ആഘോഷിക്കുന്നത്, മറിച്ച് നമ്മുടെയൊക്കെ നിയ്യത്ത് മുത്തുനബിയുടെ ജന്മസുദിനത്തിൽ ആഘോഷിക്കലാണ്. മാത്രവുമല്ല, ഒരാളുടെ മരണത്തിനും 3 ദിവസത്തിലപ്പുറം ദുഃഖാചരണം പരിശുദ്ധമായ ദീൻ അനുവദിക്കുന്നില്ല. ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് 4 മാസവും 10 ദിവസവും പ്രത്യേകമായി ദുഃഖാചരണം നടത്താൻ അനുമതി നൽകിയതിൻ്റെ അപ്പുറം മറ്റൊരു മരണത്തിനും 3 ദിവസത്തിനേക്കാൾ പരിശുദ്ധമായ ദീനിൽ ദുഃഖാചരണമില്ല. ഇങ്ങനെയൊക്കെ പലതും തട്ടിവിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബിയെ നമുക്ക് സ്നേഹിക്കണം, ഹബീബിനെ ബഹുമാനിക്കണം, ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.